ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വിഗ്രഹക്കടത്തിനെ കുറിച്ച് അറിയില്ലെന്ന് ഡി മണി. പോറ്റിയെയോ പ്രവാസി വ്യവസായിയെയോ അറിയില്ല. ഇവരുമായി തനിക്ക് പരിചയവുമില്ല എന്ന ഡി മണിയുടെ മൊഴി. മണിയെയും കൂട്ടാളികളെയും വീണ്ടും ചോദ്യം ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും SIT ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിലൂടെ നിർണായക വിവരങ്ങൾ ശേഖരിക്കാനാണ് SIT നീക്കം. കേസിൽ അവസാനം അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ അംഗം N. വിജയകുമാർ നൽകിയ ജാമ്യ ഹർജി ഇന്ന് പരിഗണിക്കും. സിജോ വി ജോൺ വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സിജോ, കഴിഞ്ഞ ദിവസം ഇയാളെ വിശദമായി തന്നെ SIT ചോദ്യം ചെയ്യുകയും മറ്റും ഉണ്ടായിരുന്നു. എന്തെങ്കിലും തുമ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും വിവരം ഈ വിഗ്രഹക്കടത്തുമായി സംബന്ധിച്ച് ഡി മണിയിൽ നിന്ന് മനസ്സിലാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞോ? വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങളൊന്നും ഡി മണിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല. ഈ വിഗ്രഹക്കടത്തിൽ തനിക്ക് പങ്കില്ല എന്നുള്ള നിലപാട് ആവർത്തിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്ക് യാതൊരു തരത്തിലുള്ള പരിചയമേ ഇല്ല എന്നുള്ളൊരു കാര്യമാണ് ഡി മണി മൊഴിയായി നൽകുകയും ചെയ്തിട്ടുള്ളത്. ഇത് പൂർണ്ണമായി അന്വേഷണ സംഘം വിശ്വാസത്തിലെടുക്കുകയും ചെയ്തിട്ടില്ല. ഇനി ഇവരുടെ മൊഴി പരിശോധിക്കും. അതായത് ഡി മണിയുടെയും അതോടൊപ്പം തന്നെ ശ്രീകൃഷ്ണന്റെയും ഒക്കെ ഉൾപ്പെടെ മൊഴി പരിശോധിക്കുകയാണ്. അതിനുശേഷം ഇവർക്കെതിരെ മൊഴി നൽകിയിട്ടുള്ള പ്രവാസി വ്യവസായിയിൽ നിന്ന് വിവരങ്ങൾ തേടും. കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട് പല കാര്യങ്ങളിലും. അതിനുശേഷം വീണ്ടും ഡി മണിയെ ഉൾപ്പെടെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും അതാണ് വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിലുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ശബരിമലയിൽ നിന്നുള്ള സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടാണ്. അതിൽ ഇന്ന് പ്രധാനപ്പെട്ട കസ്റ്റഡി അപേക്ഷകൾ വരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി, അതോടൊപ്പം തന്നെ ഈ ഇടപാടിൽ പങ്കുള്ള പങ്കജ് ഭണ്ഡാരി, ഈ സ്വർണം കൊണ്ടുപോയി അത് വാങ്ങിയിട്ടുള്ള ഗോവർദ്ധൻ എന്നിവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവരെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്താൽ ഈ സ്വർണം എങ്ങോട്ട് കൊണ്ടുപോയി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. അതിനിടെയാണ് കടകംപള്ളി സുരേന്ദ്രനെയും അതോടൊപ്പം തന്നെ PS പ്രസാദിന്റെയും പങ്ക് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണത്തിലേക്കും സംഘം കടക്കുന്നത്. ഇവരുടെ മൊഴി കഴിഞ്ഞ ശനിയാഴ്ചയാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതും പരിശോധിച്ച് വരികയാണ്. ഈ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് തന്റെ ഓഫീസോ യാതൊരു തരത്തിലുള്ള ഇടപെടലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നതിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഇല്ല എന്നും പറയുന്നു. പക്ഷെ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് കാര്യവും പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് PS പ്രശാന്തിന്റെ കാര്യത്തിലും കൂടുതൽ അന്വേഷണത്തിലേക്ക് സംഘം നീങ്ങുകയും ചെയ്യുന്നത്. ഇതിപ്പോൾ ഇരുവരെയും കടകംപള്ളി സുരേന്ദ്രനെയും PS പ്രശാന്തിനെയും വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്കൊക്കെ SIT കടക്കുന്നുണ്ടാകുമോ സിജോ? ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. കാരണം അവരുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം അത് വിശദമായി പരിശോധിച്ച് വരികയാണ്. എന്തെങ്കിലും തരത്തിലുള്ള പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് വീണ്ടും ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തുന്ന സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്യുക. എന്തായാലും ഈ കടകംപള്ളി സുരേന്ദ്രനും അതോടൊപ്പം തന്നെ PS പ്രശാന്തും പറഞ്ഞിരിക്കുന്ന മൊഴിയെ പൂർണ്ണമായും അന്വേഷണ സംഘം വിശ്വാസത്തിലെടുക്കുന്നില്ല. പക്ഷേ അത് പരിശോധിച്ചതിന് ശേഷം ഇവർ പറയുന്ന ഇവർക്കെതിരെ നൽകിയിട്ടുള്ള മൊഴികൾ വന്നിട്ടുള്ള ആളുകളുമായി സംസാരിക്കും. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പത്മകുമാറാണ് നേരത്തെയായി ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നതിന് ദേവസ്വം ബോർഡിന് അപേക്ഷ വരുന്നതിന് മുന്നേ ദേവസ്വം വകുപ്പിന് അത്തരത്തിലുള്ള ഒരു അപേക്ഷ വന്നിരുന്നുവെന്നും അത് പിന്നീട് ദേവസ്വം ബോർഡിനെ കൈമാറുകയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ ലഭ്യമാകുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പങ്ക് സാധൂകരിക്കുന്ന തെളിവുകൾ വരികയാണെങ്കിൽ അതിലൊരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി വീണ്ടും വിളിച്ചു വരുത്താനുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്യും. നിലവിലെ ഘട്ടത്തിൽ എന്തായാലും കടകംപള്ളി സുരേന്ദ്രനെയും അതോടൊപ്പം തന്നെ PS പ്രശാന്തിനെയും വീണ്ടും വിളിച്ചു വരുത്താനുള്ള ഒരു സാധ്യത ഇല്ല. പക്ഷേ കൂടുതൽ തെളിവുകൾ വരുന്ന സാഹചര്യത്തിൽ അതിലേക്ക് അന്വേഷണ സംഘം ഒരുപക്ഷെ കടന്നേക്കാം. സിജോ, നമുക്കറിയാം ജനുവരി ആദ്യ വാരത്തിൽ ഒരു അന്വേഷണ പുരോഗതിയുടെ റിപ്പോർട്ടൊക്കെ ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട് SITക്ക്. നിലവിൽ ഇപ്പോൾ ഈ അന്വേഷണത്തെക്കുറിച്ച് SIT എന്താണ് വ്യക്തമാക്കുന്നത്? ഇനിയിപ്പോൾ കൂടുതൽ ആളുകളിലേക്ക്, കഴിഞ്ഞ ദിവസം പ്രതിപക്ഷത്തിന്റെ ഒക്കെ പ്രതികരണം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു, വമ്പൻ സ്രാവുകൾ ഇനിയും കുടുങ്ങാനുണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. കൂടുതൽ ആളുകളിലേക്കൊക്കെ അന്വേഷണം എത്തുമെന്ന് തന്നെയാണോ കരുതേണ്ടത്? തീർച്ചയായും യാതൊരു സംശയമില്ല. ഇപ്പോഴത്തെ ഒരു അന്വേഷണം പോകുന്നത് അത് ഉന്നതത്തിലേക്ക് തന്നെയാണ്. ഒരുപക്ഷെ നമ്മൾക്ക് ഇത്രയും നാള് പത്മകുമാർ വരെ എത്തി നിൽക്കുന്ന ഒരു ബന്ധമാണ് ഉണ്ടായിരുന്നത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിലാണ്. അതിന്റെ അടുത്ത ഘട്ടം എന്ന നിലയിലാണ് ഇപ്പോൾ PS പ്രശാന്തിലേക്കും അതും കടന്ന് സർക്കാരിന്റെ തന്നെ മുൻ സർക്കാരിന്റെ തന്നെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്കും അന്വേഷണം എത്തുകയും ചെയ്തിരിക്കുന്നത്. ഇനിയും അന്വേഷണം അത് മുകൾ തലത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നേരത്തെ പത്മകുമാർ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, ദൈവതുല്യരായിട്ടുള്ള ചില ആളുകളുടെ നിർദ്ദേശം എന്നുള്ളതൊക്കെ. അപ്പൊ ദൈവതുല്യർ ആരൊക്കെയാണ്
ഈ കടകംപള്ളിയാണോ ദേവതുല്യർ, അതല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് മറ്റാരെങ്കിലും ഈ പറയുന്ന ദേവതുല്യരായിട്ടുള്ള ആളുകൾ ഉണ്ടോ എന്നുള്ള സംബന്ധിച്ചൊക്കെ അഭ്യൂഹങ്ങളൊക്കെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷണം ആ തലത്തിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൊണ്ടുപോയിരിക്കുന്ന സ്വർണം ഉരുക്കിയതിന് ശേഷം അത് എന്ത് ചെയ്തു എന്നുള്ളതാണ്. ഗോവർദ്ധൻ പറയുന്നത് തന്റെ അടുത്തുനിന്ന് പിടിച്ചെടുത്തിരിക്കുന്ന 474 ഗ്രാം സ്വർണം എന്ന് പറയുന്നത് അത് തത്തുല്യമായ ഗോൾഡാണ്. അത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ള ഗോൾഡ് അല്ല, അതിന് തത്തുല്യമായ ഗോൾഡ് പിടിച്ചെടുക്കുകയാണെന്ന് പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അന്ന് കൊണ്ടുപോയിട്ടുള്ള സ്വർണം എവിടെ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ വഴികളിലൂടെയും അന്വേഷണ സംഘം നീങ്ങുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അന്ന് കൊണ്ടുപോയ സ്വർണം എവിടെ എന്നുള്ള കാര്യം. ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ അതുപോലെ തന്നെ ഗോവർദ്ധൻ ഇവരെയൊന്നും ചോദ്യം ചെയ്തതിൽ കൃത്യമായൊരു ഉത്തരത്തിലേക്ക് എത്താൻ SITക്ക് കഴിഞ്ഞില്ലേ സിജോ? ഈ അവിടെ നിന്ന് ശബരിമലയിൽ നിന്ന് സ്വർണം കൊണ്ടുപോയിട്ടുണ്ടോ എന്നുള്ളതും അത് ഉരുക്കി എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ അന്വേഷണ സംഘം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഈ സ്വർണം ഇവിടെ കൊണ്ടുപോയെന്നുള്ള സംബന്ധിച്ച് ഇതുവരെയും ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. അതിൽ പറയേണ്ടത്, കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത് ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ശബരിമലയിൽ നിന്നുള്ള ഈ സ്വർണം കൊണ്ടുപോകുന്നത്. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് പങ്കജ് ഭണ്ഡാരിയാണ്, സ്മാർട്ട് ക്രിയേഷൻ സിഇഒ. അവിടെ വെച്ചാണ് ഈ സ്വർണം അവിടെ എത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം അത് എന്ത് സംഭവിച്ചു, എന്തുകൊണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് വിവരങ്ങൾ അറിയേണ്ടത് രണ്ടാമത്തെ ആളാണ്. മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് ഈ സ്വർണം വാങ്ങി എന്ന് പറയുന്ന ഈ ബെല്ലാരിയിലെ ഗോവർദ്ധനെ വാങ്ങിയിട്ടുണ്ടോ അതോ എന്നുള്ള സംബന്ധിച്ച് ഒരു വ്യക്തത ഇനിയും വരേണ്ടത്. കാരണം ഗോവർദ്ധൻ പറയുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ ഗോവർദ്ധനെ വാങ്ങിയതിനു ശേഷം മറ്റാരെങ്കിലും കൊടുത്തിട്ടുണ്ടാവാം. അത് ഈ നിലവിൽ പിടിച്ചെടുത്തിരിക്കുന്ന സ്വർണം എന്ന് പറയുന്നത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയതല്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ഒരുപക്ഷെ അദ്ദേഹം വാങ്ങിയിട്ടുണ്ടാവാമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. എന്തായാലും ഈ 3 പേരെയും കസ്റ്റഡിയിലെടുത്ത് ഒരുമിച്ച് എത്തി ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ സ്വർണം എവിടെ പോയി എന്നുള്ള സംബന്ധിച്ച് ഒരു വ്യക്തതയിലേക്ക് അന്വേഷണ സംഘത്തിന് കടക്കാൻ സാധിക്കുകയും ചെയ്യും. പക്ഷെ അപ്പോഴും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ വിഗ്രഹകടത്തുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം തെളിവുകളൊന്നും സംഘത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതെന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് അന്വേഷണം നീങ്ങുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്.